കോട്ടയത്ത് ഓണം ഫെസ്റ്റ് നടക്കുവാണേ. അപ്പോൾ അത് കാണാൻ പോയതാ. അപ്പോൾ നിങ്ങളെ കൂടി കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഒരാൾക്ക് 100 രൂപ ആണ് കേട്ടോ. കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ പാസ് ആണേ. ആദ്യം തന്നെ ദേ ഈ കട്ടയുടെ മോളിൽ കൂടെ നടന്ന് വേണം കയറി ചെല്ലാനായിട്ട്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങളാ. അത് കഴിയുമ്പോഴത്തേന് ദേ അവതാറിൻ്റെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെക്കാൾ കൂടുതൽ കുട്ടികൾക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം റോബോട്ട്സ് ഒക്കെ കണ്ടോ നല്ല ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുമ്പോഴേ നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ആ സിനിമ ഇരുന്ന് കാണുന്ന ഒരു ഫീലൊക്കെ കിട്ടും. അതേപോലൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാം ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആ മൂമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമൊക്കെ തോന്നും കേട്ടോ. കഴിഞ്ഞ കൊല്ലം അവതാറിൻ്റെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ചുകൂടെ ഭംഗി തോന്നി കേട്ടോ ഈ പ്രാവശ്യം കണ്ടപ്പോൾ. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. അല്ലാത്തവർ ഇതുപോലെ വീഡിയോയിൽ കൂടെ കാണുക കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും പിന്നെ അവർക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അവതാറൊക്കെ കണ്ട് അടുത്ത നമ്മൾ കാണാൻ പോകുന്ന റിയൽ ആയിട്ടുള്ള റോബോട്ട്സ് ഒക്കെയാണ്. അത് നമുക്ക് കുറച്ച് കൗതുകത്തോടെ കണ്ടു നിൽക്കാം കേട്ടോ. അത് വലിയവർക്കും ചെറിയ ആൾക്കാർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓണം ഫെസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐറ്റം ഉണ്ട് നമ്മുടെ 3D. അതിൻ്റെ അകത്ത് കടന്നാൽ പിന്നെ വേറൊരു ലോകത്തെത്തിയ ഒരു ഫീലായിരിക്കും കേട്ടോ. അതെല്ലാവർക്കും എൻജോയ് ചെയ്യാം. നമ്മുടെ കണ്ണ് രണ്ടും കൂടെ തള്ളി പുറത്തോട്ട് വരുന്ന പോലത്തെ ഒരു അനുഭവത്തോടെയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അത് എന്തായാലും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ ഓണം ഫെസ്റ്റ് കൊണ്ട് എനിക്കൊരു ഭയങ്കരമായിട്ടൊരു നേട്ടം തോന്നിയത് അത് തന്നെയാണ് കേട്ടോ. കാണാൻ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതിൻ്റെ അകത്ത് പെട്ട പോലത്തെ ഒരവസ്ഥയിലാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും അതെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസ് എന്നും വേണം പറയാം. അതുപോലെ കളക്ഷൻസാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കുറേ നേരം നമ്മൾ നടന്ന് കാണാൻ തന്നെയുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് പോകുന്നവരെല്ലാവരും ഓർക്കുക, കയ്യിൽ നല്ലപോലെ ക്യാഷ് പിടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഫെസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ അത് മലയാളികൾ മാത്രമല്ല നടത്തുന്നത് കേട്ടോ. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ ഐറ്റംസൊക്കെ പുതിയതായിട്ട് ഒക്കെ കാണാം നമുക്ക് കേട്ടോ. ഇതൊക്കെ പുതിയൊരു ഐറ്റം ഒക്കെയാണ് കളറടിക്കാനൊക്കെ. അപ്പം നിങ്ങൾ തന്നെ പറ ഇതൊക്കെ 100 രൂപയ്ക്കുള്ള കാണാൻ മാത്രം ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ വരുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം. വെറൈറ്റി വെറൈറ്റി മിച്ചറുകളുടെ ഒരു ലോകം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്തറുകൾ, പിന്നെ എന്താ പപ്പടങ്ങളുടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ കേട്ടോ. അച്ചാറുകളൊക്കെ ഉത്തരേന്ത്യക്കാരൊക്കെയാണ്. പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ, ചെരുപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങാൻ നേരത്ത് നമുക്ക് നന്നായിട്ട് വിശന്നായിരിക്കും ഇറങ്ങുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ദേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് നമുക്ക് ദേ കയ്യിലെ ക്യാഷും തീർത്ത് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഇത് കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക 100 രൂപയ്ക്കുള്ള ഉണ്ടോ എന്ന് കേട്ടോ.